വ്രതശുദ്ധിയോടെ റമദാനിലെ ഓരോ ദിനങ്ങൾ പിന്നിട്ട് വിശ്വാസികൾ 27-ാം രാവിന്റെ പുണ്യങ്ങളിലേക്ക് പ്രവേശിച്ചു. 1000 മാസങ്ങളെക്കാൾ പുണ്യമേറിയതും വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതുമായ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന സുപ്രധാന രാവുകളിലൊന്നാണിത്. സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും മഹത്തായ സന്ദേശം പുണ്യമാസം ലോകത്തിന് നൽകുന്നുവെന്ന് കായംകുളം കുറ്റിത്തെരുവ് മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം വടുതല ജലാലുദ്ദീൻ മദനി പറഞ്ഞു. വിശ്വസാഹോദര്യത്തിന്റെയും മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെയും മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമാധാനം എന്നാണ്. 5 നേരം പ്രാർത്ഥിക്കുന്ന വിശ്വാസിയോട് ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സൃഷ്ടാവായ ജഗന്നിയന്താവ് നിർദ്ദേശിക്കുന്നു. അല്ലാഹുമ്മ അന്തസ്സലാം ഒമിങ്കസ്സലാം വഇലൈക അർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ദാറസ്സലാം തബാറക്ത റബ്ബന വ തആലൈത് എന്ന പ്രാർത്ഥന 5 നേരം പ്രാർത്ഥനയ്ക്ക് ശേഷം വിശ്വാസികൾ സൃഷ്ടാവിനോട്, നിസ്കാരത്തിന് ശേഷം വിശ്വാസികൾ സൃഷ്ടാവിനോട് അഭ്യർത്ഥിക്കുന്നതാണ്, പ്രാർത്ഥിക്കുന്നതാണ്. അല്ലാഹുമ്മ അന്തസ്സലാം, പടച്ചവനെ നീ സമാധാനമാണ്. ഒമിങ്കസ്സലാം, നിന്നിൽ നിന്നാണ് സമാധാനം. വഇലൈക അർജിഉസ്സലാം, നിന്നിലേക്കാണ് സമാധാനത്തിൻ്റെ മടക്കം. ഹയ്യിനാ റബ്ബന ബിസ്സലാം, ഞങ്ങളെ നീ സമാധാനത്തിൽ ജീവിപ്പിക്കണേ. ലോകം സംഘർഷഭരിതമായ സാഹചര്യത്തിലാണ് നാം ഉള്ളത്. മതത്തിൻ്റെയും ജാതിയുടെയും ദേശത്തിൻ്റെയും വേഷത്തിൻ്റെയും വർഗത്തിൻ്റെയും ഒക്കെ പേരിൽ മനുഷ്യൻ തമ്മിലടിക്കുന്ന ആധുനിക ലോകത്ത് സ്നേഹം കൊണ്ട് ജനമനങ്ങളെ കീഴടക്കിയ മാനവികതയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നും ലോകത്തിന് മാതൃകയായി ശോഭിക്കുകയാണ്. മനുഷ്യ ശരീരത്തിൻ്റെ ആത്മാവിനെ പീഡിപ്പിച്ച് മനുഷ്യ ശരീരത്തിലെ അന്തർലീനമായിട്ടുള്ള അഹന്തയും അഹങ്കാരവും ഇല്ലാതെയാക്കുക എന്ന വലിയ സന്ദേശം കൂടി വ്രതത്തിനുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, മല്ലം യദഅ ഖൗല സൂരി വഅമില ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തുആമഹു വശറാബ. ഒരാൾ മോശമായ വാക്കും മോശമായ പ്രവൃത്തിയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഒരാൾക്ക് കഴിയുന്നില്ലേ, എന്നാൽ അവൻ നിരാഹാരം അനുഷ്ഠിക്കുന്നത് കൊണ്ട് സൃഷ്ടാവായ പടച്ചതമ്പുരാന് ഒരാവശ്യവും ഇല്ല. പറഞ്ഞു വരുന്നത്, മനുഷ്യൻ്റെ ആത്മസ്വത്വത്തെ സംസ്കരിച്ച് ഹൃദയത്തെ ശുദ്ധീകരിച്ച് ഒരു യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റുന്ന ഒരു അത്ഭുത പ്രക്രിയയാണ് ഒരു മാസത്തിലെ വ്രതം മനുഷ്യൻ ഉണ്ടാക്കുന്നത്. എല്ലാവരുടെയും വേദനയുടെ വിലയറിയാനുള്ള വലിയ മഹിതമായ സന്ദേശം ഈദുൽ ഫിത്തർ മനുഷ്യന് നൽകുന്നു, വ്രതം മനുഷ്യന് നൽകുന്നു. അതുകൊണ്ട് ഏകോദര സഹോദരരായി ജീവിക്കാനുള്ള സ്നേഹത്തിൻ്റെ സന്ദേശമാകട്ടെ വിശുദ്ധ റമദാനും ഈദുൽ ഫിത്തറും എന്ന് എല്ലാവരോടും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും വിശുദ്ധ റമദാനിൻ്റെയും ഈദുൽ ഫിത്തറിൻ്റെയും സ്നേഹ ആശംസകൾ അഡ്വാൻസായി കൈമാറുന്നു.